കേരളത്തെ അതിദാരിദ്ര്യ മുക്ത സംസ്ഥാനമായി പ്രഖ്യാപിക്കാനൊരുങ്ങുകയാണ് കേരളത്തിലെ ഇടതുപക്ഷ സർക്കാർ. പക്ഷേ കഴിഞ്ഞ ദിവസം പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ തെളിവുകൾ നിരത്തി ഇതിനെ ഖണ്ഡിക്കുകയും ചെയ്തു. നമുക്ക് പൊതുജനങ്ങളോട് തന്നെ ചോദിച്ച് മനസ്സിലാക്കാം, കേരളം അതിദാരിദ്ര്യ മുക്തമായോ ഇല്ലയോ എന്ന്. ദാരിദ്ര്യം കൊണ്ട് ജനങ്ങൾ കുറുതിമുട്ടി ആത്മഹത്യയിൽ വക്കി നിൽക്കുകയാണ്. പല മേഖലയിലും ഒരു നിവൃത്തിയുമില്ലാത്ത ഒരു കാലഘട്ടമാണ് ഇപ്പം മുന്നോട്ട് പോകുന്നത്. പിന്നെ എവിടെയാണ് ദരിദ്രം ഇല്ല എന്ന് സർക്കാർ പറയുന്നത്? വളരെ ഹിമാലയ മണ്ഡലത്തിലാണ് വിളിച്ച് പറയുന്നത്. ഇവിടെ നിത്യവും ആത്മഹത്യാ പ്രവണത കൂടി വരാം. അത് ജീവിക്കാൻ നിവൃത്തിയില്ലാത്തതുകൊണ്ടാണ് ഇവർ ആത്മഹത്യ ചെയ്യുന്നത്. സർക്കാർ ഇതൊന്നും കാണുന്നില്ലേ? ഒരുപാട് ആത്മഹത്യകൾ അല്ലെങ്കിൽ ഈ വിലക്കയറ്റം ഇപ്പം തന്നെ GST കേന്ദ്രം കുറച്ചിട്ട് അത് എല്ലായിടത്തും പൂർണ്ണമായി പ്രാബല്യത്തിൽ വന്നിട്ടില്ല. ഇവർ ആ പഴയ സ്റ്റോക്ക് വെച്ച് തന്നെ ആ വിലയിൽ തന്നെ വീണ്ടും മുന്നോട്ട് പോവുകയാണ്. അപ്പോൾ അത് ജനങ്ങളുടെ അത് ഒരു ആനുകൂല്യം ഇതുവരെ കിട്ടി തുടങ്ങിയിട്ടില്ല. ഇപ്പം ഉള്ള വരുമാനം എന്ന് പറഞ്ഞാൽ കുടുംബശ്രീ മറ്റേ തൊഴിലുറപ്പ് പദ്ധതി മാത്രമാണ് നിൽക്കുന്നത് കൊണ്ട് കുടുംബത്തിൽ വലിയ കലാപങ്ങളില്ലാതെ മുന്നോട്ട് പോകുന്നത് മാത്രമേ ഉള്ളൂ. കേരളം ദാരിദ്ര്യം ഇല്ലാത്ത ഒരു സംസ്ഥാനം എന്ന് പറഞ്ഞാൽ ഈ ചിന്തിക്കാൻ പറ്റാത്ത അവസ്ഥയാണ്. ഞാൻ ലോട്ടറി കച്ചവടക്കാരനാണ്. ഇപ്പം നമ്മളെ അവസ്ഥ തന്നെ പര്യാപ്തമാണ്. കൊണ്ടുവന്നവർ നമ്മുടെ ലോട്ടറിയുടെ കമ്മീഷൻ കുറച്ചു, വില കൂട്ടി. അങ്ങനെ ഇപ്പം ഞങ്ങൾ കൊണ്ടു നടന്നാൽ പകുതി ടിക്കറ്റ് പോലും ഇല്ല, പ്രൈസ് കുറവ്. അതാണ് ഞങ്ങളുടെ അഭിപ്രായം. അപ്പോൾ കേരളത്തിൽ സർക്കാർ പറയുന്നത് പോലെ എല്ലാ ദരിദ്രരുണ്ട് എന്നാണ് ചേട്ടൻ പറയുന്നത്? ഉണ്ടെന്നാണ് എൻ്റെ വിശ്വാസം. ഇന്ന് ഞാൻ ഒരു പത്രം വായിച്ചപ്പോഴേ കണ്ടതാണ്. ദാരിദ്ര്യമുണ്ട്. ഞങ്ങൾ കഷ്ടപ്പെട്ട് ജീവിക്കണം. എല്ലാവരും പാടുപെട്ട് ജീവിക്കാം. അങ്ങനെ ആർക്കും കുഴപ്പമില്ല. ദാരിദ്ര്യം ഒന്നും വരില്ല. എല്ലാവരും കഷ്ടപ്പെട്ട് ജീവിക്കണം. ഞാനും അങ്ങനെ കഷ്ടപ്പെട്ട് ജീവിക്കണോണ്ട് എനിക്ക് ദാരിദ്ര്യമില്ല. നമ്മളെ കൊണ്ട് കഴിവുള്ള ജോലി ചെയ്ത് നമ്മൾ ജീവിക്കണം. അതേപോലെ എല്ലാവരും അങ്ങനെ ചിന്തിച്ചാൽ ഒരു കുഴപ്പമില്ല. ഇന്ന് എല്ലാവർക്കും ജോലിയുണ്ട്. ആർക്ക് വേണമെങ്കിൽ എന്ത് ജോലിയും ചെയ്യാം. ദാരിദ്ര്യം വരില്ല. അവരവർ കഷ്ടപ്പെട്ട് ജീവിക്കണം. ദേശമുള്ള കാലം വരെ ജോലി ചെയ്ത് ജീവിക്കണം. ഞങ്ങൾ അങ്ങനെയാണ് കേട്ടോ. എന്നെ സംബന്ധിച്ച് അങ്ങനെയാണ്. കഷ്ടപ്പെട്ട് ജീവിക്കണം. നമുക്ക് ദേശമുള്ള കാലം വരെ പാടുപെട്ട് ജീവിച്ചു പോകണം. അതിനുള്ള വഴി ദൈവം തന്നിട്ടുണ്ട്. ദാരിദ്ര്യം ഇല്ല, അത് വേറെ ശരിയാണ്. പക്ഷെ സാധനങ്ങൾ തീ ഉണ്ടവല്ല. ഇപ്പോൾ ഞങ്ങളുടെ ഒരു പാവപ്പെട്ട ഒരു പെണ്ണിനെ പിടിച്ചയക്കണമെങ്കിൽ ഒരു പവൻ്റെ വാങ്ങിയ 1 ലക്ഷം രൂപ വേണം. 1 ലക്ഷം നിൽക്കില്ല. അപ്പം അങ്ങനെയുള്ള ദാരിദ്ര്യമുള്ളതിന് അതൊന്നും നടക്കില്ല. ആ ഒരു ബുദ്ധിമുട്ടേ ഉള്ളൂ. പക്ഷേ കേരളത്തിൽ വേറെ പറയത്തക്ക പാടുപെട്ടാലും ജീവിക്കാം, അത്രയല്ലേ? ഞാൻ പിന്നെ ലാട്ടറി കച്ചവടക്കാരനാണ്. അതേ വളരെ വലിയ കഷ്ടത്തിലാണ്. ലാട്ടറിയിൽ പ്രൈസ് വെളിയിൽ കൊടുക്കണില്ല, വലിയ ബുദ്ധിമുട്ടാണ്. എന്നുവെച്ചാൽ നമ്മൾ കമ്മീഷൻ നമുക്ക് 600 രൂപ കിട്ടിക്കൊണ്ടിരുന്നു, അതിപ്പോൾ 150 രൂപ ആയി. ഇങ്ങനെയൊക്കെ സർക്കാർ ചെയ്താൽ എന്തിനു ചെയ്യും? അതെങ്കിൽ ലാട്ടറി വേണ്ടാന്ന് വയ്ക്കണം. പാവപ്പെട്ട എങ്ങനെ ചെയ്യും? പിന്നെ 25 കോടി എത്ര കൊടുക്കും? അത് 12 പോലും കിട്ടില്ല. അത് അതാണ് ആ ടാക്സ് മറ്റേ GST എന്നൊക്കെ പറഞ്ഞ് അത് അതിൽ പറ്റിക്കും. പക്ഷെ ഒരുപാട് പേര് ഈ ലോട്ടറിയോട് ജീവിച്ചിരുന്നതല്ലേ? പക്ഷെ ഇപ്പോൾ കച്ചവടം ഇല്ല. ഒരുപാട് പേര് ഇതിൽ നിന്ന് ഫീൽഡിൽ നിന്ന് മാറി. എന്നുവെച്ചാൽ കച്ചവടം ഇല്ലാത്തതുകൊണ്ട് അവർ വേറെ ഏതെങ്കിലും കൂലിപ്പണിക്കാണ് ഇപ്പോൾ പോകുന്നത്. ദാരിദ്ര്യം എന്ന് പറയില്ല, പാടുപെട്ടാലേ ജീവിക്കാൻ ഒക്കുള്ളൂ. അല്ലാതെ ഒരു സാധനം വാങ്ങിക്കാൻ നോക്കില്ല. തേങ്ങ നിസ്സാരം ഒരു തേങ്ങ വാങ്ങിന 40 രൂപ 45 രൂപ ഒരു തേങ്ങ. കിലോയ്ക്ക് 80-90 രൂപ വരെ ഉണ്ട്. അപ്പം ഇതൊക്കെ നമ്മൾ ഈ പാടുപെട്ട് വരുമ്പോഴേ എന്നുള്ള കാര്യം തട്ടി ഉന്തി പോകും. അതാണ് വരുമാനം. അതിനുള്ള വരുമാനം വേണ്ടേ? എങ്കിലേ പറ്റുള്ളൂ. ആക്കിയേ പറ്റുള്ളൂ. ഇതൊക്കെയാണ് കാര്യങ്ങൾ. ഇതിന് 2-3 പേരുണ്ടെങ്കിൽ ജീവിച്ചു പോകണ കാര്യം വലിയ പാടും ഒരു വീട്ടിൽ. ദാരിദ്ര്യം ഉണ്ടായില്ലേ? ദാരിദ്ര്യം ഇല്ലാതെ പോകാൻ ബുദ്ധിമുട്ടില്ല. ജോലി ചെയ്യാൻ നമുക്ക് ബുദ്ധിമുട്ടില്ലാതെ പോകാൻ ഒരു ബുദ്ധിമുട്ടില്ലാതെ തന്നെ പോകുന്നുണ്ട്. ഒരു കുഴപ്പമില്ല. നമ്മളിപ്പോൾ ആരും ഇപ്പം ഭരിച്ചാലും നമ്മൾ 3 നേരം ആഹാരം കഴിച്ച് നമ്മളെ ജീവിതകാര്യം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. നമുക്കൊരു ബുദ്ധിമുട്ടും ഇല്ല. അത്രേ ഉള്ളൂ. അതുകൊണ്ട് നമ്മൾ ഒരു സർക്കാരിനും ഒന്നും പറയില്ല. ദാരിദ്ര്യമുണ്ട്. അപ്പോൾ ഇതിനെന്താ സർക്കാർ ദരിദ്രം ഇല്ല എന്ന് പറയുന്നില്ല? ദരിദ്രം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഇതിന് തന്നെ നമ്മുടെ അഭിപ്രായം, നമ്മളിപ്പോൾ ഒരു ഗവൺമെൻറ് അവരുടെ അഭിപ്രായം പറയത്തില്ലേ, പറയുന്ന ടൈമിൽ തന്നെ അത് അന്വേഷിക്കാൻ വേണ്ടി ആൾ വരത്തില്ലേ? അവർക്ക് കൊണ്ട് കാണിക്കുന്നത് ഇവിടെ ഉള്ള ആൾക്കാർ, അവർ താനേ ഒരിടത്ത് പോകത്തില്ലല്ലോ. ആ ടൈമിൽ കാണുമ്പോൾ ദാരിദ്ര്യം ഇല്ലെന്ന് തോന്നും. അതുപോലെയല്ലേ ഇപ്പോൾ കോർപ്പറേഷൻ്റെ കാണിക്കുമ്പോൾ കവടിയാർ റോഡും നല്ല റോഡുകൾ കാണിക്കും അല്ലേ? അത് കൊണ്ട് കാണിച്ചിട്ട് പോകും. വെള്ളപ്പൊക്കം വരുമ്പോഴും അതേപോലെ തന്നെ ഫണ്ട് വേണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ അവരെന്ത് ചെയ്യും? വെള്ളമുള്ള സ്ഥലത്തോട്ട് കൊണ്ട് കാണിക്കും. അല്ലാത്തടം ഉണ്ട്.
അതുപോലെ തന്നെ ഇപ്പോൾ കോർപ്പറേഷന് ഞാൻ പറഞ്ഞ കണക്ക് നല്ല സ്ഥലങ്ങൾ കൊണ്ട് കാണിച്ചിട്ട് സർട്ടിഫിക്കറ്റ് വാങ്ങിക്കും, ഫസ്റ്റ് ആവും. എന്നാൽ അങ്ങോട്ടും ഇങ്ങോട്ടും നമുക്കറിയാം അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നതുകൊണ്ട് എവിടെയൊക്കെ എങ്ങനെയാണെന്ന്. റോഡിലെ കുഴിയും അതാണെങ്കിലും ചവറുകൾ കൊണ്ടിടുന്നതാണെങ്കിലും അതുപോലെ പട്ടിശല്യം ഇതെല്ലാം ഇപ്പോഴും ഉണ്ടല്ലോ. കുടുംബം മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും. വലിയ ബുദ്ധിമുട്ടാണ്, നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് പോകണം. സാധനം ആ രീതിയിൽ വിലക്കയറ്റം. ആ വിലക്കയറ്റം. അപ്പോൾ എങ്ങനെ സാധാരണക്കാർ കൂലിപ്പണിക്കാർ പെട്ടെന്ന് ഈ കുറച്ചാൾ മഴയായിരുന്നല്ലോ, ഈ മഴയത്ത് കൂലിപ്പണിക്കാർ എങ്ങനെ ജീവിക്കും? അത് അവർ എന്തെങ്കിലും പണയം വയ്ക്കുകയോ എല്ലാം ചെയ്ത് അടുത്ത പൈസ വരുമ്പോൾ എടുക്കാം. ഉള്ളവർക്ക് അങ്ങനെ ചെയ്യാം, ഇല്ലാത്തവർക്ക് അതും പറ്റത്തില്ല. ദരിദ്രരില്ലെന്ന് പറയുന്നതിൽ യാഥാർത്ഥ്യം കുറവാണ്. കേരളത്തിൽ ദാരിദ്ര്യം ഉള്ളതായിട്ടില്ല. ഇപ്പോൾ എല്ലാവരും ഓരോ ബിസിനസ് ആയിരുന്നാലും ഓരോ തൊഴിലായിരുന്നാലും അങ്ങനെ ചെയ്തിപ്പം ദാരിദ്ര്യം ഇപ്പോൾ എവിടെയാണ് വലിയ ഇതായിട്ടുള്ള ഇതൊന്നുമില്ല. ഇപ്പം 10 വർഷം ഇപ്പം ഇടതുപക്ഷം ഭരിച്ചതിൽ ഇപ്പം ദാരിദ്ര്യമായിട്ടുള്ള ഇതൊന്നും കാണാത്ത രീതിയിലൊന്നും എനിക്ക് തോന്നുന്നില്ല. അപ്പോൾ കേരളത്തിൽ ദാരിദ്ര്യം ഇല്ല. തൊഴിലെടുക്കേണ്ടവൻ തൊഴിലെടുത്ത ഇതാണ്. ഇപ്പം ഇവിടെ ഏറ്റവും കൂടുതൽ പറഞ്ഞത് മൊത്തം അതിഥി തൊഴിലാളികളാണ്. ഇപ്പം കേരളത്തിലുള്ള ആൾക്കാർ അവരോരോ പണികൾ ചെയ്ത് കഴിഞ്ഞാൽ അവിടെ ദാരിദ്ര്യം എന്ന് പറയുന്ന സാധനം ഇല്ല, ഉണ്ടാവില്ല. പക്ഷേ അതിഥി തൊഴിലാളി മലയാളി തൊഴിലെടുക്കാൻ പഠിക്കണം എന്നാൽ മാത്രമേ നന്നാവുള്ളൂ. ഈ ഓട്ടം ഓടിയിട്ടൊക്കെ ഇപ്പോൾ എങ്ങനെയാണ്? ഇപ്പം ഓട്ടം കുഴപ്പമില്ല, ഓട്ടങ്ങളുണ്ട്. ഇപ്പം ഇതിപ്പോൾ കുറച്ച് വെയിലൊക്കെ ആയതുകൊണ്ട് ഇങ്ങനെ ഒതുക്കിയിട്ടേക്കണേണ്. ഇപ്പോൾ യൂബറൊക്കെ വരുന്നത്, യൂബർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യൂബർ ഓടണവരുണ്ട്. എനിക്ക് യൂബറില്ല. യൂബർ ഓടുന്നവർക്ക് അതിൻ്റെതായ ഓട്ടങ്ങളുണ്ട്. ഇപ്പം തിരുവനന്തപുരം സിറ്റിക്കകത്ത് ഓട്ടത്തിനെ കുറിച്ചിട്ട് ഇപ്പം കുറവൊന്നും പറയാൻ പറ്റില്ല. എത്ര ബസ് ഇറങ്ങി നിന്നാലും എത്ര വണ്ടി ഇറങ്ങി നിന്നാലും ജനം ഒരുപാടുള്ളതാണ്. റെയിൽവേ സ്റ്റേഷനായി നിന്നാലും ബസ് സ്റ്റാൻഡായിരുന്നാലും ഒരുപാട് ഉള്ളത് കൊണ്ടിട്ട് അതിൻ്റെതായ ഓട്ടങ്ങളുണ്ട്.